വെല്ലുവിളികൾ സധൈര്യം ഏറ്റെടുത്തുകൊണ്ട് ദൈവരാജ്യ വേലയ്ക്കായി യാത്ര ചെയ്യുന്ന വൈദികർ, കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന കർത്താവിന്റെ വയൽവേലക്കാർ. ഇത് നിരവധി വർഷക്കാലം ഒമാനിലെ മസ്കറ്റ് അടക്കമുള്ള ഗൾഫ് മേഖലകളിൽ ക്രിസ്തീയ അജപാലനം നിർവഹിച്ച ഫാദർ വർഗീസ് ചെമ്പോലി കപ്പുച്ചിൻ. ഗൾഫ് മേഖലയിലെ വിശ്വാസികൾക്കിടയിൽ നിർവഹിച്ച തന്റെ പൗരോഹിത്യ ശുശ്രൂഷകളെക്കുറിച്ചും ദൈവവിളിയുടെ അനുഭവങ്ങളെക്കുറിച്ചും അവിടുത്തെ ആദ്യത്തെ മലയാളി റെസിഡൻഷ്യൽ പ്രീസ്റ്റായിരുന്ന വർഗീസ് ചെമ്പോലിയച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും വേണ്ടാന്ന് വെച്ചിട്ട് ക്രിസ്തു എന്താണ് ആഗ്രഹിക്കുന്നത് എന്നറിയാൻ വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരാണ് ഓരോ വൈദികനും ഓരോ സന്യാസിനിയും. ഇത്തരം ദൈവവിളികളെ നമ്മൾ കണ്ടുമുട്ടുന്ന ഇടവുമാണ് ഡിവൈൻ കോൾ. സ്വാഗതം ഡിവൈൻ കോളിലേക്ക്. നമ്മളോടൊപ്പം കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട വർഗീസ് ചെമ്പോലിയച്ചൻ ഈ എപ്പിസോഡിലും തുടരുകയാണ്. അച്ഛാ, സ്വാഗതം. അച്ഛാ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അച്ഛൻ്റെ ചെറുപ്പകാലത്തെ പറ്റിയും ദൈവവിളിയെ പറ്റിയും അതിനുശേഷം വൈദികനായ ശേഷം ഇവിടുത്തെ സുഖസൗകര്യങ്ങളൊക്കെ വിട്ടിട്ട് ഗൾഫിൽ, അതൊരു 30-35 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ് അവിടേക്ക് ചെന്ന് മസ്കറ്റിൽ ഏകദേശം 25ഓളം കുടുംബങ്ങൾ ദേവാലയങ്ങളായ കഥകളൊക്കെ നമ്മൾ കണ്ടു. സ്റ്റേഷൻ ദേവാലയങ്ങളെ പറ്റിയൊക്കെ. വീണ്ടും അച്ഛൻ്റെ ശുശ്രൂഷ അവിടെ തുടരുകയായിരുന്നു. മസ്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ മസ്കറ്റിൽ അച്ഛൻ എത്ര നാളുകളുണ്ടായിരുന്നു? അതിനുശേഷം അച്ഛൻ ഏത് ശുശ്രൂഷ മേഖലയിലേക്കാണ് കടന്നുപോയതെന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ ഗാലയിലുള്ള ഹോളി സ്പിരിറ്റ് നാമത്തിലുള്ള ദേവാലയത്തിലാണ് ആദ്യം പ്രവർത്തിച്ചിരുന്നത്. അവിടെ ഒരു 3 വർഷം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ ഇറ്റാലിയൻ റിട്ടയർഡായി ഇറ്റലിയിലേക്ക് പോയി. ഞാൻ അവിടുത്തെ വികാരിയായി. അങ്ങനെ ഒരു 3.5 വർഷവും കൂടി അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ റൂവി എന്ന് പറഞ്ഞ മസ്കറ്റിലെ സിറ്റിയിലുള്ള പള്ളിയാണ്. ഗാല പള്ളിയിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ മാത്രം അകലമുള്ളൂ. അവിടെ വികാരിയായിട്ട് നിയമിക്കപ്പെട്ടു. അവിടെ വികാരിയായി നിയമിക്കപ്പെട്ടപ്പോഴും ഈ ഇൻറ്റീരിയർ സ്റ്റേഷനിലൊക്കെ പോകുന്ന ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരുന്നു. കാരണം മിക്ക സ്റ്റേഷനുകളിലും ഭൂരിഭാഗവും മലയാളികളാണ്. അപ്പോൾ അവിടെ ചെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും കുർബാനകൾ ചൊല്ലി അങ്ങനെ മുന്നോട്ട് പോയി. ഏതാണ്ട് 13.5 വർഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ വളരെ ശക്തമാകാൻ തുടങ്ങി. കാര്യം എനിക്കൊരു കരിസ്മാറ്റിക് ചായ്വുള്ളതുകൊണ്ട് ഒരു കരിസ്മാറ്റിക് ടച്ച് എല്ലാ പ്രാർത്ഥനയ്ക്കും, പിന്നെ കൂടുതൽ ആൾക്കാരെ പ്രചോദിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് അവിടെ നന്നായിട്ട് വളർന്നു. അതിൽ നാഷണൽ സർവീസ് ടീമുമൊക്കെ ഫോം ചെയ്തു. അതെല്ലാം അവിടുത്തെ നന്നായിട്ട് എസ്റ്റാബ്ലിഷ്ഡായി. നമ്മുടെ ബെന്നി പുന്നത്തറയെയും സേവിയർ ഖാൻ ഭട്ടായി അച്ഛനെയൊക്കെ ആരംഭത്തിൽ കൊണ്ടുവന്നിരുന്നു. മൈക്കിൾ പനച്ചിക്കൽ അച്ഛനെയൊക്കെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ആത്മീയമായിട്ട് അവിടെ നല്ലൊരു ഉണർവുണ്ടായി. ഏതാണ്ട് 13.5 വർഷക്കാലം ഞാനങ്ങനെ മസ്കറ്റിലായിരുന്നു. അതിനുശേഷം UAE ട്രാൻസ്ഫറായി. അങ്ങനെ ട്രാൻസ്ഫർ ആകാൻ കാരണം പല രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പച്ചിൻസ് പല പ്രോവിൻസിൻ്റെ കീഴിലായിരുന്നു ഡയറക്റ്റായിട്ട്. അവരെല്ലാവരും കൂടി സംഗ്രഹിച്ച് ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു വൈസ് പ്രോവിൻസ് അവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ആരംഭിച്ചു. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രൊവിൻഷ്യലായിട്ട് എന്നെ നിയോഗിക്കുകയാണ്, അപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് യാത്രയ്ക്കൊക്കെ കൂടുതൽ സൗകര്യവും കൂടുതൽ വിശ്വാസികൾ ഉള്ള UAE എന്നെ ട്രാൻസ്ഫർ ചെയ്തു. അത് 2005 1992 ജൂൺ 6 ഞാൻ മസ്കറ്റിൽ കാലുകുത്തിയത്, ആ ഗൾഫ് മിഷനിലെത്തിയത്. 2005 ആയപ്പോൾ UAE ട്രാൻസ്ഫറായി. ദുബായിലെ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ എനിക്കൊരു ഓഫീസ് അവിടെ തന്നു. പ്രൊവിൻഷ്യൽ എന്ന വൈസ് പ്രൊവിൻഷ്യലായിട്ട് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. മലയാളികളടക്കം നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന UAE അടക്കമുള്ള മേഖലകളിൽ പുത്തൻ പ്രേക്ഷിത ചൈതന്യം നൽകുവാൻ വർഗീസ് അച്ഛൻ്റെ ജീവിതത്തെ ദൈവം ഉപകരണമാക്കി.
നാടും വീടും വിട്ട് പ്രവാസം അനുഭവിക്കുന്ന ദൈവജനത്തിന് കൂദാശകൾ നൽകിയും കൂട്ടായ്മകൾ നൽകിയും ഈ വൈദികൻ ഇവിടെ സേവനം ചെയ്തു. അതുവഴി അനേകം പുതിയ ആത്മീയ മുന്നേറ്റങ്ങൾ അവിടെ സംഭവിക്കുകയും ദൈവജനം ഉജ്ജ്വലിക്കുകയും ചെയ്തു. അങ്ങനെ UAE-യിലുള്ള അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് കപ്പുച്ചിൻ സഭയുടെ UAE-യിലെ പ്രവർത്തനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ആളായിട്ട്. അച്ഛൻ പറഞ്ഞ പ്രയർ ഗ്രൂപ്പുകളെ പറ്റി അച്ഛൻ പറഞ്ഞു. പ്രയർ ഗ്രൂപ്പുകൾ ഞാൻ ചോദിക്കാൻ പോകുന്നതും നമുക്ക് കുർബാനയൊക്കെ അവൈലബിൾ ആവുന്നത് വളരെ കുറച്ചായിരിക്കും ഒരുപക്ഷെ അവിടുത്തെ ഒരു സാഹചര്യത്തിൽ ആൾക്കാർക്ക്. ഈ പറഞ്ഞ പോലെ അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ വർഷത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ച്, ഈ ഗൾഫ് മേഖല വിശ്വാസത്തെ സംബന്ധിച്ച് എത്രത്തോളം അവിടെ ഇത്തരത്തിലുള്ള പ്രയർ ഗ്രൂപ്പുകൾ, ജീസസ് യൂത്ത് മൂവ്മെൻറ്റ്, നേഴ്സസ് മിനിസ്ട്രി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശക്തമാണ്. അത് അവരുടെ വിശ്വാസ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് പറയാമോ? തീർച്ചയായിട്ടും ഈ മൂവ്മെൻറ്റുകൾ ദുബായിൽ തന്നെയാണ് മിക്ക മൂവ്മെൻറ്റുകളും ഇങ്ങനെ തുടക്കം കുറിച്ചത്. ഉദാഹരണത്തിന് ജീസസ് യൂത്ത് മൂവ്മെൻറ്റ്, നേഴ്സസ് മിനിസ്ട്രി, ഇത് രണ്ടും ദുബായിലെ പാരിഷിലാണ് തുടങ്ങിയത്. അവിടെ നിന്ന് പിന്നെ അടുത്ത പാരിഷിലേക്ക് അങ്ങനെ വ്യാപിച്ചു. അതിങ്ങനെ വ്യാപിച്ചു ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും അതിങ്ങനെ വ്യാപിച്ചു. അതേപോലെ തന്നെ നേഴ്സസ് മിനിസ്ട്രി, ഈ 2 മിനിസ്ട്രികൾ വളരെ പ്രധാനപ്പെട്ട മിനിസ്ട്രികളാണ്. കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഓഫ് ഷൂട്ട്സ് ആണെന്ന് പറയാം ഇത്. കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലൂടെ വളർന്നു വന്നതാണ്. പിന്നെ അവർ ഇൻഡിപെൻഡൻ്റായിട്ട് വളർന്നു. ഇപ്പോൾ ഏതാണ്ട് 5 ഭൂഖണ്ഡങ്ങളിലും ഈ 2 മൂവ്മെൻറ്റുകളും എത്തി. ഏതാണ്ട് ഒരു UAE-യിലെയും ഗൾഫ് മേഖലയിലെയും ഒരു കോൺഫറൻസ്, ഒരു ആനുവൽ കോൺഫറൻസ് ജെറൂസലേമിൽ വെച്ച് നടത്താനിടയായി. അവിടെ വെച്ചാണ് അവിടെ 5 വൈദികർ ആ ഒരു കോൺഫറൻസിലുണ്ടായിരുന്നുവെങ്കിലും ഈ ഗൾഫ് മേഖലയിലെ ജീസസ് യൂത്തിൻ്റെ ചാപ്ലിനായി, സ്പിരിച്വൽ ഡയറക്ടറായി എന്നെ അവർ സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ ഒരു വൈസ് പ്രൊവിൻഷ്യലാണ്. ഇച്ചിരി മൂവ്മെൻറ്റിനൊക്കെ കുറച്ചുകൂടി സൗകര്യമുണ്ട്. ഒരു ഇടവകയിലെ ഉത്തരവാദിത്തങ്ങളില്ലാത്തത് കൊണ്ട് എനിക്ക് മൂവ്മെൻറ്റൊക്കെ കുറച്ചുകൂടി എളുപ്പമായതിനാൽ ഈ 2 മിനിസ്ട്രിയിലും എനിക്ക് ആക്റ്റീവാകാൻ സാധിച്ചു. ആ മിനിസ്ട്രി നന്നായിട്ട് വളർന്നു. അതിലൂടെ ഒരുപാട് നന്മകൾ പല കുടുംബങ്ങളിലുണ്ടായി, പല രാജ്യങ്ങളിലുണ്ടായി. ഈ 2 മിനിസ്ട്രിയും ഇപ്പോഴും വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അച്ഛൻ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിൽ ആദ്യത്തെ റെസിഡൻറ്റ് പ്രീസ്റ്റാണ്, മലയാളി റെസിഡൻറ്റ് പ്രീസ്റ്റാണ് അച്ഛൻ അവിടെ. സഭയുടെ അവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റി പൊതുവായിട്ടൊന്ന് പറയുകയാണെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് ഇപ്പോൾ ഉള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് അവിടുത്തെ ദേവാലയങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എത്ര നാളായിട്ട് അവിടെയുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ അച്ഛനൊന്ന് പറയാമോ? ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാപ്പുച്ചിൻ മിഷണറീസ് ഈ ഗൾഫ് മേഖലയിലുണ്ടായിരുന്നു. നമ്മുടെ സെഞ്ച്വറി, അവിടെയുള്ള കപ്പുച്ചിൻസിൻ്റെ സാന്നിധ്യത്തിൻ്റെ സെഞ്ച്വറി ആഘോഷിച്ചത് 1-2 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അവിടെ കൂടുതലായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഇറ്റാലിയൻ കപ്പുച്ചിൻസ് ആയിരുന്നു. അവരുടെ ഒരു മിഷനായിട്ടായിരുന്നു. പിന്നെ ഈ ഓയിൽ ബൂം വന്നതോടുകൂടി ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് വിശ്വാസികൾ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ഇറ്റാലിയൻസ് കപ്പുച്ചിൻസിന് മാത്രം ഇത് മാനേജ് ചെയ്യാൻ പറ്റാതെയായി. പല ഭാഷക്കാർ, പല രാജ്യക്കാർ, പല റീത്തുകാർ, അങ്ങനെ ആ വിശ്വാസികളുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുക, വളർത്തുക എന്നുള്ളത് അവിടുത്തെ ബിഷപ്പിൻ്റെ ഉത്തരവാദിത്തമായി. അപ്പോൾ ബിഷപ്പ് ഞങ്ങളുടെ ജനറലേറ്റ് വഴി കപ്പുച്ചിൻസിനെ പല രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ കപ്പുച്ചിൻസിൻ്റെ തന്നെ ഏതാണ്ട് 20-ലേറെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന്, അതായത് അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ഫിലിപ്പീൻസ്, ഇന്ത്യ, പാകിസ്ഥാൻ, ലെബനൻ, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പുച്ചിൻസ് അവിടെ വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ 3 റീത്തിലുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് 3 റീത്തുകളിലെ വിശ്വാസികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സീറോ മലബാർ റീത്തിൽപ്പെട്ടവരാണെന്ന് വിചാരിക്കുക. ഏതായാലും ഒരു 100 പേരെ എടുത്തെന്നാൽ അതിലൊരു 60ഓളം സീറോ മലബാർ ആയിരിക്കാം. പിന്നെ ഒരു 30 അല്ലെങ്കിൽ 35% ലാറ്റിനായിരിക്കാം. പിന്നെ 5-10% മലങ്കരയാണ്. ഇപ്പോൾ എല്ലാ റീത്തിലുള്ള അച്ഛന്മാരും അവിടെയുണ്ട്. അപ്പോൾ മലയാളികൾക്ക് ഇപ്പോൾ സുലഭമായിട്ട് കുർബാനകൾ ലഭിക്കുന്നു. വെക്കേഷനൊക്കെ നാട്ടിൽ പോകുന്ന മലയാളികൾ
വെക്കേഷൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും പറയുന്ന ഒരു 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 കമൻ്റുണ്ട്, നമുക്കിവിടെ ഈ അറബി നാട്ടിൽ കിട്ടുന്നത്രയും ആത്മീയ ചൈതന്യം, ഉണർവ് നാട്ടിൽ കിട്ടാറില്ലെന്ന്. കാര്യം എന്തും സുലഭമായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വില ഉണ്ടാകത്തില്ല. നാട്ടിലാണെങ്കിൽ മുട്ടി പള്ളിയാണ്, ധാരാളം സർവീസുണ്ട്, പക്ഷെ അതിന് ആ ഒരു ആത്മീയ ഉണർവ് കിട്ടുന്നില്ല എന്ന് പലരും ഇങ്ങനെ കമൻറ്റ് പറയാറുണ്ട്. ഉറപ്പായിട്ടും സാർ, നമുക്കിവിടെ എല്ലാം അച്ഛൻ പറഞ്ഞു തന്നെയാണ്, നമുക്കിവിടെ എല്ലാം ഉണ്ട്, പക്ഷെ എല്ലാം ഉള്ളത് കൊണ്ട് പലപ്പോഴും നമ്മൾ അതിൻ്റെ വില അറിയുന്നില്ല. പക്ഷേ അവിടെ അത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടും വളരെ ആഗ്രഹിച്ച് ദാഹിച്ച് കിട്ടുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെ വില അറിയാമെന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ ഇങ്ങനെ വിലയറിഞ്ഞ് അവരത് മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് നമുക്ക് ദൈവവിളികൾ ഉണ്ടാകാറുണ്ടോ, അവിടെ നിന്ന് വൈദികർ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടാകാറുണ്ടോ? അങ്ങനെ ഒരു കാര്യം നോക്കുമ്പോഴേക്കും നമുക്ക് സന്തോഷിക്കാനുള്ള വക എവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും ധാരാളം ദൈവവിളികൾ ഈ ഗൾഫ് മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ പല സെമിനാരികളിലും അവിടുന്ന് സെമിനാരിയിൽ പോയിട്ടുള്ള വൈദിക വിദ്യാർത്ഥികളുണ്ട്. ഞാനൊരു സമ്മർ ക്യാമ്പിൻ്റെ അവസരത്തിൽ ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ ഒരു യൂണിറ്റ് അവിടെ ഈ പ്രോഗ്രാമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ ഒരു സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടി അത് ആദ്യത്തെ ടോക്കിൽ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ ഇന്ന ക്ലാസ്സിൽ പഠിക്കുകയാണ്, എൻ്റെ ലക്ഷ്യം ഒരു പൈലറ്റ് ആകണമെന്നുള്ളതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ ദുബായിൽ നിന്ന് ട്രാൻസ്ഫറായി ഷാർജയിലോട്ടൊക്കെ പോയി 3-4 വർഷം കഴിഞ്ഞ് വീണ്ടും ദുബായിൽ ചെന്നപ്പോൾ ഒരു കന്യാസ്ത്രീ വന്നിട്ട് എന്നോട് ചോദിക്കണം, അച്ഛൻ എന്നെ മനസ്സിലായോ? സൂക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് പിടികിട്ടിയില്ല. ഞാനന്നേ പൈലറ്റാകണമെന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിയാണ്. ഞാനിപ്പോൾ ഒരു കന്യാസ്ത്രീ അയച്ചു. പക്ഷെ നല്ല അനുഗ്രഹിക്കാതെ ഗ്രേസ്ഫുൾ അപ്പിയറൻസ്. അപ്പോൾ ദൈവവിളി ഉണ്ടോ എന്നുള്ളതിനുള്ള ഒരു തെളിവ് വൈദികർ മാത്രമല്ല, കന്യാസ്ത്രീകൾ. സെൻറ്റ് മേരീസിൽ പഠിച്ച പലരും അങ്ങനെ കന്യാസ്ത്രീകളായിട്ടുണ്ട്. മലയാളികളിൽ പ്രത്യേകിച്ച് ഒരു കന്യാസ്ത്രീ വലിയ സ്വീകരണമൊക്കെ കൊടുത്തവിടെ. പിന്നെ അച്ഛന്മാരായിട്ടുള്ള പലരും ഉണ്ടായിട്ടുണ്ട് വൈദികരായിട്ട്. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് വെച്ചാൽ, കാരണം നമ്മുടെ അത്രയും ഒരു റിസോഴ്സസ് ഇല്ലായിരുന്നിട്ടും നമ്മുടെ അത്രയും ദേവാലയങ്ങളില്ലാതിരുന്നിട്ടും ഒത്തിരി ദൈവവിളികൾ, കാമ്പുള്ള ദൈവവിളികളൊക്കെ അവിടെ നിന്ന് ഉണ്ടാകുത്തുള്ളത് നമുക്ക് ഭയങ്കര ഹോപ്പ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്, പ്രത്യാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാലഘട്ടത്തിനാവശ്യമായ പുതിയ പരിശുദ്ധാത്മ വേലകൾ ഈ നാട്ടിൽ ഈ വൈദികനാൽ ദൈവം ക്രമീകരിച്ചു. തികഞ്ഞ ഫ്രാൻസിസ്കൻ ആത്മീയ ബലവും വചന ചൈതന്യവും വർഗീസ് അച്ഛന്റെ പ്രേക്ഷിത വീഥികളെ ഏറെ ധന്യമാക്കി. ഒരു കൗതുകത്തിന് പുറത്ത് ചോദിക്കുകയാണ്, നാട്ടിലുള്ള സുഖസൗകര്യങ്ങളൊക്കെ വിട്ട് ഒരു നല്ല കാലം മുഴുവൻ അച്ഛൻ ഗൾഫിലായിരുന്നു, അല്ലെങ്കിൽ ഒരു 40കളും 50കളും ഒക്കെ അച്ഛൻ്റേത് ഗൾഫിലായിരുന്നു. എപ്പോഴെങ്കിലും അച്ഛനൊരു വിഷമം തോന്നിയിട്ടുണ്ടോ? വേണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ഞാൻ കേരളത്തിലായിരിക്കുമ്പോൾ കൊടപ്പനക്കുന്നിലായിരുന്നു ആദ്യം, പിന്നെ വലിയ തുറയിൽ 1 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഗൾഫിൽ ചെന്നിട്ട് 4 പാരീഷുകളിൽ പ്രവർത്തിക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഓരോ പാരീഷിലും ചെല്ലുമ്പോൾ അവർ ചോദിക്കും, അച്ഛനിപ്പോൾ പല പാരീഷുകളിൽ പ്രവർത്തിച്ചല്ലോ, ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? അപ്പോൾ എൻ്റെ ഉത്തരം, ഞാൻ ദുബായിലായിരുന്നപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഷാർജയിലായിരുന്നപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ ഒരു സമയത്ത് എവിടെയാണോ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഫോർ മീ. അപ്പോൾ ആൾക്കാരിങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ ചോദിക്കുമ്പോഴൊക്കെ എവിടെയാണോ ദൈവം നമ്മെ നിയോഗിക്കുന്നോ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ മീ. അതുകൊണ്ട് എവിടെ ആയിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഒരു 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 പ്രയാസവും ഉണ്ടായിട്ടില്ല. എവിടെയാണെങ്കിലും സന്തോഷിക്കുക. ബ്ലോസം വേർവർ യു ആർ പ്ലാന്റഡ്, ആ പ്രിൻസിപ്പിളായിരുന്നു. ഉറപ്പായിട്ടും അത് അച്ഛൻ്റെ വാക്കിലും അച്ഛൻ്റെ ചിരിയിലും അച്ഛൻ്റെ ബോഡി ലാംഗ്വേജിലും എല്ലാ സന്തോഷമുണ്ട്. അത് വെറുതെ പറയുന്നതല്ല, മനസ്സിൽ നിന്ന് പറയുന്നതാണെന്ന് കൃത്യമാണ്. ഇങ്ങനെ കഴിഞ്ഞ നാളുകളിലൊക്കെ അവിടെ ആയിരുന്നപ്പോൾ തമ്പുരാൻ വഴി നടത്തിയ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന എന്തെങ്കിലും 1-2 അനുഭവങ്ങളുണ്ടോ അച്ഛൻ്റെത്? എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു സത്യം വചനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശമാണ്. 119-ാമത്തെ സങ്കീർത്തനത്തിലെ 105-ാമത്തെ വാക്യമാണ്. ഇതെനിക്ക് പല സന്ദർഭങ്ങളിലും സഹായകമായിട്ടുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ വചനത്തിലേക്ക് തിരിയുക. അപ്പോൾ വചനം നമുക്ക് സൊല്യൂഷൻ കാണിച്ചു തരികയാണ്. ഉദാഹരണത്തിന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് പലരും വന്നിട്ടുണ്ട്.
ഒരു ഉദാഹരണം പറയാം. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കുട്ടികളില്ലാത്ത ഒരു ദമ്പതികൾക്ക് ഗുഡ് ന്യൂസായി, വൈഫ് ഗർഭിണിയായി. അങ്ങനെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, നിങ്ങൾ ഒരു തീരുമാനമെടുക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഈ കുഞ്ഞ് ജനിച്ചെന്നാൽ ചില വൈകല്യങ്ങളുണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക. ആറ്റുനോറ്റ് കാത്തിരുന്നിട്ട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ദൈവം കൊടുത്തൊരു കുഞ്ഞാണ്. അതിന് വേണ്ട എന്ന് വെക്കണമോ അല്ലെങ്കിൽ വളർത്തണമോ അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ വീട്ടുകാരൻ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അപ്പോൾ എന്താ ആവശ്യത്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് വെച്ചപ്പോൾ നിയോഗം പറഞ്ഞു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വചനം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആ വചനം ഇതാണ്, സങ്കീർത്തനം 127. ഞാൻ ബൈബിൾ എടുത്ത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സങ്കീർത്തനം 127 വായിച്ചിട്ട് സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ തീരുമാനിച്ചു ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ അത് എത്ര അംഗവൈകല്യത്തോടു കൂടിയാണെങ്കിലും ദൈവം തന്ന ദാനത്തെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു, തീരുമാനിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് എന്നെ വളരെ സ്പർശിച്ച ഒരു തീരുമാനമായിരുന്നത്. അത് എൻ്റെ എന്തെങ്കിലും കഴിവുണ്ടല്ല, ദൈവം കൊടുത്തൊരു ഉറപ്പാണ്. ആ അദ്ദേഹത്തെ എന്നിട്ട് ഗർഭാവസ്ഥ കണ്ടിന്യൂ ചെയ്തു. ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഡെലിവറിയൊക്കെ കഴിഞ്ഞു. കുറേ ദിവസം ആസ്പത്രി കിടക്കേണ്ടി വന്നു. നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ബില്ലടക്കാൻ കൗണ്ടറിൽ ചെന്നപ്പോൾ വലിയൊരു തുക ബില്ല് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഓടിച്ചെന്ന് അയൽവാസികളിലൊക്കെ കടം വാങ്ങിച്ച്, കാരണം ഒരു ചെറിയ വർക്ക്ഷോപ്പ് നടന്ന ആളാണ്. പൈസയും കൊണ്ട് കൗണ്ടറിൽ ചെന്നപ്പോൾ ഇന്ന് കൗണ്ടർ ക്ലോസായി, നാളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അടുത്ത ദിവസം ബില്ലടക്കം ചെന്നപ്പോൾ ആ ബില്ല് നോക്കിയിട്ട്, ഡെലിവറി കേസിനാണോ? എന്നാൽ ഇന്നു മുതൽ ഡെലിവറി കേസിന് ഫീസൊന്നുമില്ല. രാജാവ് ഉത്തരവിട്ടിരിക്കുകയാണ്, ഡെലിവറി കേസിന് ഫീസൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പൈസയും ചിലവാക്കേണ്ടി വന്നില്ല. ആ രാജാവ് ഒരു നിയമം മാറ്റുകയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ നിയമം വീണ്ടും പഴയ നിയമത്തിലേക്ക് കൊണ്ടുവന്നു. പഴയതിലേക്ക് ഡെലിവറി കേസിനും ഫീസ് കൊടുക്കേണ്ടി വരും. ഞാൻ ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാനും ആ വ്യക്തിയും കുടുംബവും തിരിഞ്ഞു നോക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിട്ട് അനുഭവപ്പെടുകയാണ്. ഇപ്പോൾ ഒരു സത്യം എനിക്ക് ബോധ്യമായത്, നാം നേരിടുന്ന ഏതു പ്രശ്നത്തിനും ബൈബിളിലൂടെ പരിഹാരം കണ്ടെത്താൻ സഹായിക്കും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉറപ്പായിട്ടും അച്ഛന് പറഞ്ഞ അനുഭവം പക്ഷേ യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ കോയിൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ എഴുതി തള്ളുമായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത് തമ്പുരാൻ്റെ ഇടപെടൽ അല്ലാതെ വേറൊന്നുമല്ല, ഉറപ്പാണ്. അച്ഛൻ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ പ്രൊവിൻഷ്യൽ ഹൗസ്, ഞങ്ങളിപ്പോൾ ഇവിടെ അച്ഛനോടൊപ്പം ആയിരിക്കുമ്പോഴും ഇവിടെ വന്ന സമയം മുതൽ ശ്രദ്ധിക്കുന്നത്, അച്ഛൻ സംസാരിക്കുമ്പോഴൊക്കെ നാവിൽ വചനമാണ്. അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നതും ഒരു ബൈബിളാണ്. എത്രമാത്രം ഒരു വൈദികൻ എന്ന രീതിയിൽ അച്ഛൻ്റെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലൊക്കെ ദൈവവചനം അച്ഛനെ സ്വാധീനിച്ചിട്ടുണ്ട്? ദൈവവചനം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. മിക്ക അനുഭവങ്ങളിലും ചിലപ്പോൾ ചില പ്രയാസങ്ങൾ, ചില പ്രതിസന്ധികൾ വരുമ്പോൾ വചനം എനിക്ക് ശക്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡ് വന്നപ്പോൾ 2 വർഷം ഇപ്പോൾ കോവിഡ് ഇങ്ങനെ രാജ്യത്ത് വ്യാപിച്ച് എല്ലാവരെയും. അപ്പോൾ ഞാൻ ടെസ്റ്റിന് പോയപ്പോൾ അസ്വസ്ഥതയൊന്നും തോന്നിയിട്ടല്ല, ടെസ്റ്റിന് പോയപ്പോൾ പോസിറ്റീവായപ്പോൾ പെട്ടെന്നൊരു ഭയം മനസ്സിലേക്ക് വന്നു. പെട്ടെന്നൊരു ഭയവും എനിക്കും പിടിപറ്റല്ലോ, ഇനി എന്താകുമ്പോൾ എന്നുള്ളൊരു ഭയം വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്നൊരു വചനം മനസ്സിൽ കാണിച്ചു തരികയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം 7, 8, 9 വാക്യങ്ങളാണ്. ഞാനത് വായിച്ചു. ആ വചനം ഇങ്ങനെയാണ്: ആരും തനിക്ക് വേണ്ടി ജീവിക്കുന്നില്ല, നമ്മളാരും നമുക്ക് വേണ്ടി മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു, നാം മരിക്കുന്നുവെങ്കിൽ അവന് വേണ്ടി മരിക്കുന്നു. മരിച്ചാലും ജീവിച്ചാലും നാം അവൻ്റേതാണ്. യേശുക്രിസ്തു മരണത്തെ കീഴടക്കി ഉത്ഥാനം ചെയ്ത് ഇന്നും നമ്മോടുകൂടി ജീവിക്കുന്നു. നമ്മൾ മരിച്ചാലും ജീവിച്ചാലും അവൻ്റേതാണ്. ആ ഭയം അങ്ങോട്ട് മാറി. അപ്പോൾ നമ്മൾ ഏത് അനുഭവത്തിലൂടെ, സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും വചനം നമ്മുടെ കൂടെയുണ്ട്.
പൗലോസ്ലീഹ പറഞ്ഞുവല്ലോ, വചനം നിങ്ങളുടെ സമീപത്താണ്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ വചനത്തെ നമ്മൾ ഇങ്ങനെ ഓർക്കുക, ധ്യാനിക്കുക. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിത പാതകളിൽ വിളക്കായിരിക്കും, വഴികളിൽ പ്രകാശമായിരിക്കും. അത് സ്വന്തം അനുഭവമാണ്. ഭയങ്കര ദൃഢമാണ് അച്ഛൻ്റെ വാക്കുകൾ. കാരണം ദൈവവചനത്തെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന, അനുദിനം ദിവ്യബലി അർപ്പിക്കുന്ന ഒരു വൈദികൻ്റെ ഒരു ദൃഢതയുണ്ട്, ഒരു തീക്ഷ്ണതയുണ്ട് അച്ഛൻ്റെ വാക്കുകളിലൊക്കെയും. തിരുവചനത്തിന്റെ ശക്തിയും ബലവും ഈ വൈദികൻ ദിനവും നുകരുന്നു. പ്രവാസികളായ ദൈവജനത്തിനായി കർത്താവിന്റെ സ്വരം ശ്രവിച്ച് അവർക്കായി അത് വിളമ്പി നൽകുന്നു. ഗൾഫ് മേഖലകളിൽ വിശ്വാസികൾക്ക് വിശ്വാസബോധ്യവും ഉണർവും നൽകുവാൻ അച്ഛന്റെ വ്യക്തിപരമായ ഈ വചനധ്യാനം കാരണമായി. അതെ, വചനം അത് ഫലദായകമായ വിത്താണ്, സ്വർഗത്തിന്റെ സ്വരമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാക്കിൽ ഒരു സെൻറ്റൻസിൽ ഭയങ്കരമായിട്ട് ഉടക്കി നിൽക്കുകയാണ്. അത് ഇങ്ങനെയാണ്: എപ്പോഴും കപ്പൂച്ചിന ആശ്രമങ്ങൾ കുംഭസാരങ്ങൾക്ക് പേര് കേട്ടവയാണെന്നാണ്. ഞാൻ ഈ കുംഭസാരം കൂടി ഒന്ന് ചോദിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു അൽമായനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വൈദികനെ സംബന്ധിച്ചൊക്കെയും എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവിതത്തിലൊക്കെ ഈ കുംഭസാരത്തിന് എത്രമാത്രം, കാരണം നമ്മുടെ കുംഭസാരമൊക്കെ ഒത്തിരി അധിക്ഷേപിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. കുംഭസാരക്കൂടൊക്കെ ഒത്തിരി അധിക്ഷേപിക്കപ്പെടുന്നുണ്ട്. എത്രമാത്രം നമ്മുടെ ഒരു ക്രൈസ്തവ ജീവിതത്തിൽ കുംഭസാരത്തിന് പ്രാധാന്യമുണ്ട്? നമ്മൾ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം കുംഭസാരം വളരെ അനുഗ്രഹപ്രദമായ ഒരു കൂദാശയാണ്. ആ കുംഭസാരം എന്ന കൂദാശയെക്കുറിച്ച് അറിയാത്ത പല കത്തോലിക്കരും അതിനെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഏതെങ്കിലും വൈദികനെ സമീപിച്ച് നല്ലൊരു കുംഭസാരം നടത്തുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു ശക്തി, ഒരു കൃപ, ഒരു സമാധാനം അത് വേറെ എങ്ങൊന്നും കിട്ടത്തില്ല. പല അവസരത്തിൽ കുമ്പസാരിക്കണമെന്നും പറഞ്ഞ് ഇവിടെ തന്നെ ആൾക്കാർ വരാറുണ്ട്. നമ്മൾ ആരെങ്കിലും അവൈലബിൾ ആയിരിക്കും. ഒരു ദിവസം മസ്കറ്റിലായിരിക്കുമ്പോൾ ഒരു യുവാവ് വന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് സന്ധ്യയായി അദ്ദേഹം വന്നു കഴിഞ്ഞു. വേറെ പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ആ കുമ്പസാരം കേൾക്കാനിരുന്നു. അദ്ദേഹം കുമ്പസാരിച്ചു. പിന്നെ ഞങ്ങൾ പല മേഖലകളിലേക്ക് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ ഒരു ഇൻറ്റർസെസറി പ്രെയർ അവർ വെച്ച് നടത്തുകയാണ്. അപ്പോൾ ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങളും അതിനകത്ത് വന്നു. പ്രാർത്ഥനാ സഹായം ആവശ്യമായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ അതിൻ്റെ അകത്ത് വന്നു. ഏതാണ്ട് 2-3 മണിക്കൂറോളം ഞങ്ങളിങ്ങനെ ആ കുമ്പസാരം തന്നെ ഒരു പ്രാർത്ഥനയുടെ അനുഭവമാക്കി മാറ്റി. കുമ്പസാരത്തിലൂടെ വളരെയധികം വ്യക്തികൾക്ക് മാനസാന്തരം വന്നിട്ടുണ്ട്, ജീവിതത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സമൃദ്ധമായ അനുഗ്രഹം കുമ്പസാരത്തിലൂടെ കിട്ടുന്നത് ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച്. ഉറപ്പായിട്ടും. കാരണം സഭ ഒരു സാധാരണ ആത്മാവിന് മുമ്പിൽ വയ്ക്കുന്ന വലിയ ഒരു ഗിഫ്റ്റാണ് കുമ്പസാരം പോലെയുള്ള കുദാശകളൊക്കെയും. അച്ഛൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒത്തിരി നാളുകൾ ഗൾഫ് മേഖലയിലായിരുന്ന ആൾ എന്ന രീതിയിൽ അച്ഛനോട് ഒറ്റ കാര്യം കൂടി ചോദിക്കുകയാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ 2021 എത്തി നിൽക്കുന്നു. പണ്ടുള്ള അത്രയും റെസ്ട്രിക്റ്റഡ് ആണോ നമുക്കിപ്പോഴും സഭയുടെ പ്രവർത്തനങ്ങൾ അവിടെ, അതോ നമുക്ക് കുറേയും കൂടി വാതായനങ്ങൾ തുറന്നു കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ എങ്ങനെയാണ് സഭയ്ക്ക് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്നൊന്ന് അച്ഛൻ പറയാമോ? ഗൾഫിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ സന്ദർശിച്ചിട്ടുള്ള ചില ആൾക്കാർ അതിശയിച്ചു പോയിട്ടുണ്ട്. ഇവിടെയും പള്ളിയുണ്ടോ? പള്ളിയിൽ ഇത്രയും ആൾക്കാർ വരുന്നോ? അവിടെ മിക്ക ഗവൺമെൻറ്റുകളും, സൗദിയിൽ പള്ളിയൊന്നുമില്ല, മിക്ക ഗവൺമെൻറ്റുകളും നമുക്ക് സപ്പോർട്ടീവാണ്. അവർ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. പക്ഷേ ഈ കോവിഡ് വന്നതോടുകൂടി എല്ലാ സ്ഥലത്തും ഉള്ള പോലെ റെസ്ട്രിക്ഷനായി. ദുബായ് പള്ളി ലോകത്തിലെ ഏറ്റവും വലിയ പാരിഷ് എന്നാണ് അറിയപ്പെടുക പോപ്പുലേഷൻ വൈസ്. പക്ഷെ ഇപ്പോൾ അവിടെ കുർബാനയ്ക്ക് റെസ്ട്രിക്ഷൻ കോവിഡ് കാരണം. അപ്പോൾ ഒരു കുർബാന സമയത്ത് തന്നെ ഏതാണ്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ പള്ളിക്കകത്തും പുറത്തും ഹോളിലുമൊക്കെ ഉണ്ടായിരുന്ന ആ അവസ്ഥ മാറിയിട്ട് ഇപ്പോൾ പള്ളിക്കകത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നുള്ളൂ. ദുബായിൽ അതും കുർബാന കമ്മ്യൂണിയൻ ഡിസ്ട്രിബ്യൂഷനില്ല, വളരെ ചുരുങ്ങിയ സമയത്ത്. അത് ഇപ്പം മാറ്റമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മറ്റ് ഇടവകകളിലൊക്കെ കുർബാനയുണ്ട്. ഒരു
കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് കുർബാനകൾ നടക്കുന്ന പല പാരീഷുകളിലും UAE തന്നെയുണ്ട്. അബുദാബിയിലുണ്ട്, റാസൽ ഖൈമയിലുണ്ട്, ഷാർജയിലുണ്ട്, അലൈനിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും കുർബാന നടന്നുകൊണ്ടിരിക്കാൻ ലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ അങ്ങനെയോടുകൂടി. അതല്ലെങ്കിൽ ഇപ്പോൾ പോപ്പ് തന്നെ അവിടെ അബുദാബിയിൽ വന്നല്ലോ, ഓരോ ഗൾഫ് അറേബ്യൻ രാജ്യത്ത് പോപ്പ് വരിക, അങ്ങനെ പോപ്പിനെ സ്വീകരിക്കുക, അത് വലിയൊരു സംഭവമായിരുന്നു. അച്ഛാ, വൈദികനായിട്ട് ഏകദേശം 37 വർഷങ്ങൾ, അതിൽ തന്നെ ബഹുഭൂരിപക്ഷം സമയവും ഗൾഫ് മേഖലയിൽ. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രം ഹാപ്പിയാണ്, എത്രമാത്രം ആനന്ദമാണ് അച്ഛന്. അതുപോലെ ഇനി ഇങ്ങനെ ഇതുപോലെ തന്നെ ഒരു അത്ര കംഫർട്ടല്ലാത്തൊരു മേഖല ഏൽപ്പിക്കപ്പെടുകയാണെങ്കിൽ, ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറയുകയാണെങ്കിൽ അച്ഛൻ പോകുമോ? എങ്ങനെയാണ് അച്ഛൻ ഈ ഒരു വിളിയെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത്? എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വളരെ സന്തോഷപ്രദമാണ്. ഒരിക്കലും ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ കൊള്ളാം, ഇവിടെ ആയിരുന്നെങ്കിൽ കൊള്ളാം എന്ന് ചിന്തിച്ചിട്ടില്ല. മേലധികാരികൾ എവിടെ പോകണം, എന്ത് ചെയ്യണമെന്ന് പറയുന്നുവോ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, അത് എനിക്ക് ദൈവഹിതമാണ്. ഇനി ഏത് രാജ്യത്തേക്ക് പോകണമെന്ന് പറഞ്ഞാലും ഞാൻ റെഡിയാണ്. അതെനിക്ക് വളരെ സന്തോഷമാണ്. അതിനിപ്പോൾ എത്ര സൗകര്യങ്ങളുള്ള സ്ഥലമാണെങ്കിലും, ഒട്ടും സൗകര്യമില്ലാത്ത സ്ഥലമാണെങ്കിലും ഐ ആം റെഡി. ഉറപ്പായിട്ടും അച്ഛാ, ആ ഒരു സന്തോഷവും തീക്ഷ്ണതയും അച്ഛൻ്റെ മുഖത്തുണ്ട്. അത് ജീവിതകാലം മുഴുവൻ അച്ഛനെ അനുഗമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യെസ്. പുഴയൊഴുകണം, പുരോഹിതൻ സഞ്ചരിക്കണമെന്നാണ് പറയുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടാനുണ്ട്, ഇനിയും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഏറെ തീക്ഷ്ണതയോടെ, മുഖത്തെ ആ പുഞ്ചിരിയോടെ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടെ അച്ഛൻ അതെല്ലാം ചെയ്തു തീർക്കുവാൻ സാധിക്കട്ടെ. വിശുദ്ധനായൊരു വൈദികനായി തീരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അച്ഛാ, ഞങ്ങളോടൊപ്പമായിരുന്ന ഈ 2 എപ്പിസോഡുകൾക്കും നന്ദി. ദൈവത്തിന് സ്തുതി. ധാരാളം ദൈവവിളികളുണ്ടാകട്ടെ. എൻ്റെയും മറ്റുള്ളവരുടെയും അനുഭവങ്ങൾ കൂടുതൽ ദൈവവിളികളുണ്ടാകുന്നതിന് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതെ, ഇത്തരം ദൈവവിളികൾ മനോഹരമാകുന്നു. അനേകരുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഓരോ ദൈവവിളികളും. കർത്താവിൻ്റെ വയലിലെ വേലക്കാരാകുവാനുള്ള സ്വരം ഇതാ എന്നും മുഴങ്ങുന്നു. സ്വർഗത്തിന് ആവശ്യമുള്ളവരെ ദൈവം അവിടുത്തെ വേലയ്ക്കായി വിളിക്കുന്നു. ഇത്തരം തീക്ഷ്ണതയാർന്ന വേലക്കാരുടെ വാക്കുകൾ ഈ പ്രോഗ്രാമിൽ തുടരുന്നു. കർത്താവിനെ പ്രതി എല്ലാം ത്യജിച്ചവരുടെ പങ്കുവെക്കലുകൾക്കായി കാത്തിരിക്കുക. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ, വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും. കവചങ്ങളെല്ലാം വലിച്ചെറിയണം, നിമിഷ സുഖമല്ലിതു സത്യം. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ.